ഞാൻ 10th ആണ്, ഇതുവരെ പീരീഡ്സ് ആയിട്ടില്ല. മാസ്ക് വെച്ച് നടക്കാം. ഗേളി ടോക്ക് ബോയ്സ് കണ്ടാൽ കുഴപ്പമുണ്ടോ? മേക്കപ്പിന് ശേഷവും ആളെ മറക്കാൻ ഭയങ്കര സംശയമാണ്. എന്റെ ഫോണൊക്കെ വാങ്ങി ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ പിന്നെ ആ കണ്ണിലെ ആളെ കാണുള്ളൂ. ബിഫോർ കൊറോണ എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടനവധി ചേഞ്ചസ് ആണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. തനി നിറം പുറത്ത് കാണിക്കാൻ തുടങ്ങിയതാണ്. പീരീഡ്സ് എന്ന് പറയുന്ന ആള് അമ്പലത്തിൽ കയറിയിട്ട് തല പൊട്ടിത്തെറിച്ച ചരിത്രമൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാൽ. അപ്പൊ നമ്മൾ ഇന്ന് ഗേളി ടോക്കിന്റെ 2ാമത്തെ എപ്പിസോഡായിട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അല്പം നീണ്ടുപോയിരുന്നു. പിന്നെ നിങ്ങളുടെ കമന്റ് ഒക്കെ ഭയങ്കര വിലപ്പെട്ടതായിരുന്നു കേട്ടോ. എന്റെ പുതിയ ചാനല് ഞാൻ അല്പം ലേറ്റ് ആയിട്ടാണ് ചാനൽ തുടങ്ങിയത്. എനിക്കറിയാം, സാധാരണ എല്ലാവരും കൊറോണ ടൈമിൽ ഫ്ലറിഷ് ചെയ്ത് പോയ ആൾക്കാരായിരുന്നു. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് ഈ ലേറ്റ് 2025 സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പം അപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് തരുന്ന ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. അപ്പൊ ഇന്നും കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഈ ഇത്രയധികം പ്രശ്നങ്ങളുടെ ഇടയിലാണോ ഇപ്പോഴും ആൾക്കാർ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ വൈകിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം കേട്ടോ. ചേച്ചി, ഞാൻ 10th ആണ്, ഇതുവരെ പീരീഡ്സ് ആയിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഞാൻ അപ്പൊ പീരീഡ്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതാണ് നമുക്ക് പീരീഡ്സിന്റെ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യാന്ന്. അപ്പൊ ഈ പെൺകുട്ടി 10th-ലായി. 10th എന്നൊക്കെ പറയുമ്പോൾ 14, 15, 16 ആ ഒരു ഏജ് ആയിരിക്കുമല്ലോ. അപ്പൊ പീരീഡ്സ് ആയില്ല എന്നാ പറയുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ പെൺകുട്ടികൾ പീരീഡ്സ് ആവുന്നുണ്ട്. മോള് 10th-ലായിട്ടും ആയിട്ടില്ലെങ്കിൽ വലിയ ഇഷ്യൂ ഇല്ല. കാരണം എന്റെ കസിൻസ് ഒക്കെ 10th-ലൊക്കെ എത്തിയപ്പോഴാണ് ആയത്. മോൾ ഉടനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാട്ടോ. വല്ല ഹോർമോണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇംബാലൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവിടെ പരിഹരിച്ച് നോക്കുക. പിന്നെ +2 വരെ നമുക്ക് ഇതിനൊരു ടൈം ഉണ്ടാ. അപ്പൊ ഒരു +2 ആയിട്ട് നിങ്ങൾ ആയില്ലെങ്കിലാണ് ശരിക്കും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ വെച്ചിട്ട് മോള് 10th കഴിഞ്ഞു എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ ഒരു ഗൈനാക്കിനോ അങ്ങനെ ആരെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനൊക്കെ കൺസൾട്ട് ചെയ്യാട്ടോ. ഞാൻ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതി കേട്ടോ. ഇതിനു വേണ്ടി പ്രൈവറ്റിലുള്ള ആരും അറിയരുത്, രഹസ്യമായിട്ട് അങ്ങനെ ഒരു കാര്യമില്ല. ഇതൊക്കെ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മോള് ഉടനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി. പിന്നെ കുറെ നാട്ടുവൈദ്യം ഒന്നും മോള് ചെയ്യാൻ നിൽക്കരുത്. കുറെ ബന്ധുക്കളുണ്ടല്ലോ, സോക്കോൾഡ് ബന്ധുക്കള് ഓരോ വൈദ്യങ്ങൾ പറഞ്ഞുതരും. അതായത് ഇന്ന സാധനത്തിൽ ഇതുപോലെ ചേർത്ത് 1 സ്പൂൺ എന്നും രാവിലെ കുടിച്ചാൽ മതി, മോള് പീരീഡ്സ് ആവുമായിരിക്കും. പക്ഷെ ഏറ്റവും നല്ലത് ഒരു 5-6 കൊല്ലം പഠിച്ച ഒരു ഡോക്ടറുടെ കീഴിൽ പോയി നോക്കിയിട്ട് അവര് എഴുതി തരുന്ന മരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. എന്തോ തലയുമിട്ട് ഇങ്ങനെ ഞാൻ അതാ തിരിഞ്ഞു നോക്കിയേ. ഇനി അടുത്ത ചോദ്യം. ഈ പെൺകുട്ടിയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് പല്ലിലെ കറ കാരണം ചിരിക്കാൻ പേടിയാണ്. കൂട്ടുകാരൊക്കെ കളിയാക്കൂ എന്ന് പേടിയാണ്. ക്ലാസ്സിൽ കുട്ടികളെ പേടിയാണ്. ഓക്കെ, ഈ പല്ലുമത്തെ കറ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഉണ്ട്. അപ്പൊ പെൺകുട്ടി പേടിയാണ് ഇങ്ങനെ വർത്താനം പറയാൻ. മറ്റു പിള്ളേർ എന്റെ പല്ലുമത്തെ കറ കാണൂ എന്നൊക്കെ ഓർത്ത് പേടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പല്ലുമത്തെ കറ എന്ന് പറയുന്നത് ഒരു അസുഖം ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ കാൽസ്യം കുറവൊക്കെ വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന ഒരു കാര്യമാണ് പല്ലുമത്തെ കറ. എനിക്കും പല്ലുമ്മ കറയുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യാച്ച, ഒരു 1 year ഒക്കെ ആവുമ്പോ ഞാൻ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ക്ലീൻ ചെയ്യും. ഈ ക്ലീൻ ചെയ്യിങ് ഒക്കെ ഞാൻ ഇപ്പോ തുടങ്ങിയതാണ്. പണ്ടൊന്നും എനിക്കറിയില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരു 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആവുക. 4ാം ക്ലാസ് വരെ നമ്മൾ കാടോടി നടക്കുന്ന പിള്ളേരായിരിക്കും. ഒരു 5ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ എന്റെ ബോഡി ഒന്ന് നോക്കി തുടങ്ങി. അതായത് എന്റെ പല്ലെങ്ങനെയാണ്, എന്റെ ചിരി എങ്ങനെയാണ്, എന്റെ കണ്ണെങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഞാൻ ഒരു 5ാം ക്ലാസ് തൊട്ടാണ് നോക്കി തുടങ്ങിയത്. അപ്പൊ ഞാൻ അറിഞ്ഞ എന്റെ പല്ലുമേൽ കുഞ്ഞു കുഞ്ഞു കറുത്ത വരകളുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാ ഒരു കോമ്പസ് എടുക്കും, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരയ്ക്കും കേട്ടോ. എന്നിട്ട് അപ്പൊ കുറച്ച് പോവും ഇത്.
അപ്പൊ പിന്നെന്താണ് ചായ, ഞാൻ ചെറുപ്പത്തിൽ ലേഹ്യമൊക്കെ കഴിക്കുമായിരുന്നു. ചിലപ്പോ അതുമൂലം വന്നതായിരിക്കാം. പിന്നെ ഞാൻ നന്നായി ചായ കുടിക്കുന്ന വ്യക്തിയായിരുന്നു. ചായയും കാപ്പിയൊക്കെ ഒരു വലിയ കപ്പിലെടുക്കും, ഗ്ലാസ്സിലല്ല, വലിയൊരു മൊന്ത പോലത്തെ കപ്പിലൊക്കെ കുടിക്കുന്ന വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയും എനിക്ക് പല്ലുമ്മ കറ വന്നിരുന്നു. പിന്നെ ഞാൻ ഡോക്ടറായിട്ട് ചെക്ക് ചെയ്തു ഒരു 10th അപ്പോഴാണ് അറിയുന്നത് ഇത് കാൽസ്യം കുറവ് കാരണമാണ് വരുന്നത്. എനിക്ക് വരുന്നത് കാൽസ്യം കുറവ് കാരണമാണ് കേട്ടോ. അതുവരെ ഞാൻ ഇങ്ങനെ വെച്ചാ ഒരു ഫോട്ടോയിൽ ചിരിക്കാന്ന് പറഞ്ഞ, അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ ഇല്ല, ഇങ്ങനെ വായേന്ന് സൗണ്ട് പുറത്തേക്ക് വരില്ല. വീട്ടിലൊക്കെ ഭയങ്കര ഒച്ചയാണ്, പക്ഷെ സ്കൂളുകള് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസിലൊക്കെ എന്റെ ഒച്ച പുറത്തേക്ക് വരില്ല. കാരണം എനിക്ക് സംസാരിക്കാൻ അറിയാണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്റെ പല്ല് കണ്ട എന്റെ ഫ്രണ്ട്സ് പോവും, പിന്നെ എല്ലാരും വായി നോക്കില്ലേ. എന്നുവെച്ചാ 5ാം ക്ലാസ് ഒരു UP കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പെൺപിള്ളേർക്കും ഒരു സെക്കൻഡെങ്കിലും നമ്മളെ വായി നോക്കും. അത് നമുക്കൊരു പ്രൈഡ് പോലെയായിരുന്നു, അത് ഭയങ്കര അഭിമാനമുള്ള കാര്യമായിരുന്നു കേട്ടോ. പിന്നെന്താ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര സെൽഫായിട്ട് ഭയങ്കര ഞാൻ വായ തുറക്കില്ലായിരുന്നു. അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 10th ഞാൻ എന്നിട്ട് ഒരു 10ാം ക്ലാസ് എത്തിയപ്പോ ഞാൻ നേരെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് അവരോട് പറഞ്ഞു എന്റെ പല്ലിന് എന്തോ കേടുണ്ട് ഡോക്ടർ, എന്റെ പല്ല് നിറച്ച് കറുത്ത വരകളാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, മോൾ ഇത് കേടല്ല, ഇത് പല്ലുമ്മ കറ വരുന്നതാണ്, മോൾക്ക് കാൽസ്യം കുറവ് ഉണ്ടായിരിക്കാം മേ ബി. അതായത് മോള് നന്നായി ചായ കുടിക്കുന്ന വ്യക്തിയായിരിക്കാം. അതെ, ഞാൻ നന്നായി ചായ കുടിക്കുന്ന വ്യക്തിയായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോ എനിക്കും കാൽസ്യം കുറവുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് അത്യാവശ്യം ഈ കാൽസ്യം കുറവിന്റെ ഈ ഇഷ്യൂ മാറുന്ന വരെ നമുക്ക് ഈ പല്ലുമ്മ ഈ കറ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാ, മോള് 1 കൊല്ലം അല്ലെങ്കിൽ 6 മാസം ഗ്യാപ്പ് ഇട്ട് പല്ല് ക്ലീൻ ചെയ്യുക. അപ്പൊ ഈ പല്ലുമ്മത്തെ കറ എന്ന് പറയുന്നത് ഒരു 6 മാസമൊക്കെ ഇരുന്നിട്ടാണ് വരുന്നത്. അപ്പൊ 6 മാസം കൂടുന്തോറും ക്ലീൻ ചെയ്യുക. ഗവൺമെന്റ് ആവുമ്പോ ഇത്തിരി കാത്തു കെട്ടി കിടക്കേണ്ടി വരും. ഞാൻ 2 തവണ ഗവൺമെന്റിൽ പല്ല് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ പല്ലൊക്കെ ഞാൻ കാണിച്ചു ഒരു ചിരിയൊക്കെ ചിരിക്കും. എന്നുവെച്ചാ ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരിയാണ്. എന്റെ ഫോട്ടോയിലൊക്കെ പിന്നെ ഞാൻ ചിരിച്ചിട്ടേ നിൽക്കുള്ളൂ. അതുവരെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പല്ല് ക്ലീൻ ചെയ്ത് എന്റെ കറയൊക്കെ പോയതിനു ശേഷം ഞാൻ ഇങ്ങനെ ചിരിച്ചിരിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് ചിരിക്കാൻ. ഇത്ര കാലം കെട്ടി വെച്ചൊരു സാധനം ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ഒഴിഞ്ഞു പോയി നമ്മുടെ അടുത്ത്, നമ്മുടെ ആ ഒരു വീക്ക് പോയിന്റ് ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്തൊരു സുഖം, റിലീഫാന്നറിയും. അങ്ങനെ അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ ഓരോ കൊല്ലം ഗ്യാപ്പ് ചെയ്ത് 6 മാസം കൂടുമ്പോഴൊന്നുമില്ല, ഞാൻ പ്രൈവറ്റിൽ പോകും കേട്ടോ. 500 രൂപ 600 രൂപ ആ ഒരു റേഞ്ചാണ് ഈ പല്ല് ക്ലീൻ ചെയ്യാൻ. നമ്മൾ എത്ര പേരുണ്ടല്ലോ, കൊറോണ കാലത്തൊന്നും ഞാൻ പല്ല് ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. ആ ടൈമിലൊക്കെ എനിക്കുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ മാസ്ക് വെച്ച് നടക്കലായിരുന്നു. അതാവുമ്പോ നമുക്ക് ചിരിക്കുകയും ചെയ്യാം, നമ്മുടെ പല്ലിന്റെ ഡിഫക്റ്റുകളൊന്നും ആരും അറിയില്ല. പിന്നെ ഞാൻ ഈ ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം യൂട്യൂബിൽ പല ബേക്കിംഗ് സോഡ അങ്ങനെയൊക്കെ ഇട്ട് പല സാധനങ്ങളും ഞാൻ പരീക്ഷിച്ചു നോക്കി. ഒരു കാര്യമില്ല ഗൈസ്, നിങ്ങളപ്പോ ചെയ്യാണ്ടിരിക്കുക മക്കളെ. ഈ ബേക്കിംഗ് സോഡ ഒന്നും ചെയ്യേണ്ട. ഒരു 500 രൂപ കൊടുത്ത് പ്രൈവറ്റിൽ പോയി ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 1 മാസമൊക്കെ കാത്തു കെട്ടി കിടക്കേണ്ടി വരുന്നേ ഉള്ളൂ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫ്രീ ആയി ചെയ്തു തരും. അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് ഈ ബേക്കിംഗ് സോഡയോ കണ്ണി കണ്ട സൂചിയും നാരും ഒന്നിട്ട് കുത്താണ്ടിരിക്കുക പല്ലി, ഇത് ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് റിലീഫാ. ഞാൻ എന്റെ 5ാം ക്ലാസ് തൊട്ട് അനുഭവിച്ച ഒരു ദുഃഖപൂർണമായ കാര്യമായിരുന്നു. നിങ്ങൾ ക്ലീൻ ചെയ്യാ പല്ല്, അതൊരു നല്ല ഓപ്ഷൻ ആണ് കേട്ടോ. പല്ലുമ്മത്തെ കറ മാറും. ഇതിപ്പോ ഈ പെൺകുട്ടി ചിരിക്കാൻ പേടിയാണ്, കൂട്ടുകാരൊക്കെ കളിയാക്കുമെന്ന് പേടിയാണ്, ഫ്രണ്ട്ഷിപ്പ് മോളെ ധൈര്യമായി പോയി പല്ല് ക്ലീൻ ചെയ്തോളൂ. ഇതൊരു ചിലപ്പോ കാൽസ്യം കുറവ് കാരണമാണ്, ചിലപ്പോ മോൾക്ക് കാൽസ്യത്തിന്റെ മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. ആ ഒരു ഇഷ്യൂ മാറിയേക്കും. മിക്ക ഗേൾസിനും ഒരു പ്രായം കഴിഞ്ഞ കാൽസ്യം കുറവ് വരും കേട്ടോ, അത് കോമൺ ആണ്. പിന്നെ പ്രഗ്നന്റ് ഒക്കെ ആയ ടൈമിൽ നമ്മുടെ പല്ലുമ്മ കറ വരും. അതൊക്കെ ഈ കാൽസ്യത്തിന്റെ ഡിഫക്റ്റ് കാരണം വരുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് ചേച്ചി, ഞാൻ 10th അത് വായിച്ചു. അടുത്തൊരു ചോദ്യം കേട്ടോ, ഗേളി ടോക്ക് ബോയ്സ് കണ്ടാൽ കുഴപ്പമുണ്ടോ മക്കളെ? ഇല്ല കേട്ടോ. ഗേളി ടോക്ക് എന്ന് പറഞ്ഞ് ഞാൻ വെച്ചേന്ന് എന്താ വെച്ചാൽ ഗേൾസിന്റെ ഇഷ്യൂസ് ചർച്ച ചെയ്യാനുള്ള ഒരു ഒരു വീഡിയോ എന്ന പോലെയാണ് ഇത് വെച്ചേക്കുന്നത്. പക്ഷെ ഈ ഗേൾസിന്റെ ഇതിൽ നോക്കിയേ, എത്ര ആൾക്കാർ ബോയ്സിനെയും കൂടി കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഒരു പെൺകുട്ടീടെ മാത്രം ഇഷ്യൂ അല്ല, അവരുടെ പാർട്ട്ണറിന്റെ ഇഷ്യൂ ആണ്. അപ്പൊ ബോയ്സ് കണ്ടാൽ കുഴപ്പമില്ല എന്നല്ല, നല്ലതാണ്, നിങ്ങൾക്ക് ഇരുന്ന് കാണാം. ഞാൻ ഗേളി ടോക്ക് ഒന്ന് ഇട്ട് വെച്ചിട്ട് ബോയ്സ് കാണാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ കാരണം നമ്മളൊരു റിലേഷൻഷിപ്പ് മുന്നിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി പേഴ്സൺ ആയി കഴിയുമ്പോൾ, നമ്മൾ അവിടെ ഒരു അച്ഛനാവും,
ഒരാങ്ങളയാവും, ഒരു മോനാവും, ഒരു അച്ചാച്ചനാവും, അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ ഒരു പെൺകുട്ടിയുടെ, അമ്മയുടെ, ചേച്ചിയുടെ, അനിയത്തിയുടെ, പെങ്ങടെ, ഭാര്യയുടെ, കാമുകിയുടെ, ഇവരുടെയൊക്കെ ഓരോ മാനസികാവസ്ഥകളും മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകരിക്കും. അപ്പം നിങ്ങൾക്കും കാണാം, കണ്ടോളൂ, ഷെയർ ചെയ്തോളൂ എന്നാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. അല്ലാതെ ഇത് ബോയ്സ് കാണാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവർക്കും എല്ലാം അറിയാം. പിന്നെ എന്തിനാണ് ഒരു മറയുടെ ആവശ്യം? അത് വേണ്ട. ഇനി അടുത്തത്, ചേച്ചി ബ്രേക്കപ്പിന് ശേഷവും ആളെ മറക്കാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പൊ നമ്മളൊരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ചിലപ്പോ ചെക്കൻ നമ്മളെ തേക്കാം, അല്ലെങ്കിൽ പെണ്ണ് നമ്മളെ തേക്കാം. പക്ഷെ ഈ പെൺകുട്ടിക്ക് എന്താ പറയണേ വെച്ചാ, ഇപ്പോഴും തേച്ച ആ തേപ്പ് കിട്ടി, ബ്രേക്കപ്പ് ആയി, എന്നിട്ട് ആളെ മറക്കാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ റിലേഷൻഷിപ്പില് ആ ബോയ് ആയിരിക്കാൻ തേച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഈ പെൺകുട്ടി അപ്പോഴും ഫുൾ ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ പറയട്ടെ മോളെ, നമുക്ക് തോന്നുകയാണ് ഇങ്ങോരെ മറക്കാൻ പറ്റില്ല, ഇങ്ങോരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. തിരിച്ചു വിട്ടോ, ഈ പെൺകുട്ടി ഇല്ലെങ്കിൽ, ഈ പെൺകുട്ടി എന്നെ ഉപേക്ഷിച്ച് ഞാൻ ചത്തുപോകും എന്നൊക്കെ വെറുതെ തോന്നുന്നതാണ്. ആഫ്റ്റർ ഒരു 5 years ഉണ്ടല്ലോ, അതിന് വളരെ 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് കോമഡി ആയിട്ട് തോന്നും. അതൊരു തവണ തേപ്പ് കിട്ടി ഈ അവസ്ഥയെ കൂടെ കടന്നുപോയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. കാരണം ഇന്നത്തെ പ്രസന്റിൽ ജീവിക്കുമ്പോ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ അത് ഒരു കുഞ്ഞു കാര്യമായിക്കോട്ടെ, അതാണ് ഈ ഒരു ഭൂമി കുലുക്കം ഉണ്ടാക്കണ തരത്തിലുള്ള ഒരു പ്രശ്നമായിരിക്കും നമുക്കത്. ആഫ്റ്റർ ഒരു 5-10 years നിങ്ങൾക്കത് പറഞ്ഞു ചിരിക്കാൻ പോലും പറ്റാത്തൊരു, അത്രയും കോമഡി ആയിട്ടുള്ള ഒരു കുഞ്ഞു വിഷയമായിരിക്കും കേട്ടോ. അങ്ങനെ തോന്നും. പണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. പണ്ട് ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്റെ അനുഭവം ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാട്ടോ. പണ്ട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ സ്പീഡിൽ പറയാം. പണ്ട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആനുവൽ ഡേ ഫംഗ്ഷൻ വന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ ഓർണമെന്റ്സ് ഒക്കെ കൊണ്ട്, നല്ല കല്ല് വെച്ച മാലയൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന് അന്ന് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ യൂത്ത് ഫെസ്റ്റിലാണേ. അപ്പൊ നമ്മളിങ്ങനെ റെഡ് ഗ്രൂപ്പ്, യെല്ലോ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് തിരിക്കുമല്ലോ. അപ്പൊ അവൾ അന്നിട്ട് വന്ന ഒരു നല്ല കല്ല് വെച്ച മാല എന്നോട് സൂക്ഷിച്ചോളാൻ പറഞ്ഞു തന്നിട്ടോ. വെള്ളിയാഴ്ച ആയിരുന്നു യൂത്ത് ഫെസ്റ്റിവല്. എന്നിട്ട് ആ കുട്ടി ഗ്രൂപ്പിന്റെ ഐറ്റത്തിന് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച് ഈ നല്ല കല്ല് വെച്ച മാല തിരിച്ചു കൊടുക്കാനും മറന്നു, ആ കുട്ടി എന്നെ ചോദിക്കാനും മറന്നു. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അത് കൊടുക്കണല്ലോ. ഞാൻ രാവിലെ സ്കൂളിൽ പോകുമ്പോ, ഇപ്പൊ കോളേജിൽ പഠിക്കണ കാരണം കോളേജിൽ നിന്ന് വരുന്നുള്ളൂ കേട്ടാ. സ്കൂളിൽ പോകുമ്പോ എന്നിട്ട് ഈ പെൺകുട്ടി എന്നോട് ഈ കുട്ടിക്ക് കൊടുക്കണല്ലോ. അപ്പൊ ഞാൻ എന്റെ ബാഗിലിരുന്ന് തിങ്കളാഴ്ച രാവിലെ ആ സാധനം ഒന്ന് നോക്കിയപ്പോഴാണ് ബാഗിലെല്ലാം ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ബുക്കും ചോറും പാത്രം ഒക്കെയുള്ള സാധനമാണ് ഈ ബാഗ്. ഞാൻ നോക്കിയപ്പോ ആ മാല ഒരു ഇങ്ങനെ ഇട്ടേണ മാലയുടെ ഇവിടെ വെച്ച് അതൊന്ന് ഒടിഞ്ഞിരിക്കുന്നു. അതായത് കല്ല് വെച്ച കുടുക്കിമാലകളൊക്കെ ഉണ്ട് അങ്ങനെ. എനിക്കാച്ച പേടി, എന്ത് ചെയ്യണം, അയ്യോ മാല പൊട്ടി. ആണെങ്കിൽ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ലെവല് ഫ്രണ്ട് ആയിരുന്നു. എന്റെ കയ്യിലിരുന്ന് അവളുടെ കല്ല് വെച്ച പുത്തൻ മാല, അവൾ അന്നല്ലാണ്ട് അത് ഇട്ടിട്ടുള്ളൂ. എനിക്കാച്ച ഭയങ്കര സങ്കടമായി, ടെൻഷനായി. അതിലേറെ എനിക്ക് പേടി, എന്റെ ഫ്രണ്ട്ഷിപ്പ് പോകുന്ന പേടി, ഞാനിത് പൊട്ടിച്ചല്ലോ എന്ന് പേടി. എനിക്കൊക്കെ സ്കൂളിൽ അത്യാവശ്യം നിലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പൊ ഭയങ്കര ഒരു കള്ളി ഇമേജ് വരുമെന്നൊക്കെ ഭയങ്കര പേടി. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയും, ഈ കുട്ടി ചോദിക്കൂല. അപ്പൊ ഞാൻ സാധാ ഈ മാലയൊക്കെ ചെറിയ കള്ളിയിലല്ലേ ഇടാറ്, ഞാൻ എന്ത് ചെയ്തു, ചോറും പാത്രം വെക്കുന്ന കള്ളിയിൽ ഇട്ടു കേട്ടോ. എന്നിട്ട് ആ കുട്ടി ചോദിച്ചു, സ്കൂളിലെത്തിയപ്പോ ചോദിച്ചു, എന്റെ മാല ഞാൻ വാങ്ങാൻ മറന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊടന്നിട്ടില്ലാന്ന്. അപ്പൊ ഈ കുട്ടിയോട് പറഞ്ഞു ഉണ്ട്. എന്നിട്ട് ഞാൻ വേറെ കുട്ടിയോട് ഒരു രഹസ്യമായി പറഞ്ഞു, എന്റെ കൈ വെച്ച് ഇങ്ങനെ ഉണ്ട്, എനിക്ക് പേടിയാവണം, ഞാൻ ഈ ചോറും പാത്രം ഇട്ട് വെച്ചേന്ന് കള്ളിയില് വെച്ചുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിയെന്ന് പറഞ്ഞേ, അതൊന്നും കുഴപ്പമില്ല, എന്റെ മാല ഇതിനു മുമ്പ് പൊട്ടിയിട്ടുണ്ട്, ഞാൻ അപ്പോ ഫെവിക്വിക്ക് ഒട്ടിയില്ലേ നമ്മള് ചെരുപ്പൊക്കെ ഒട്ടിക്കണ, പക്ഷെ അത് വെച്ച് ഒട്ടിച്ചു സെറ്റായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ബോധം ഉണ്ടാവണേ ഇങ്ങനെ മാറുന്നു. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഇരുന്ന് എന്താ പറയാ, പേടിച്ച ടെൻഷൻ അടിച്ച് ചത്ത് ജീവിക്കാന്നൊക്കെ പറയില്ലേ, അതേ മോഡലായിരുന്നു എന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടി ഞങ്ങള് എവിടുന്ന് ഒപ്പിച്ച് പശ വെച്ച് ഒട്ടിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടാണ് ആ കുട്ടിക്ക് കൊടുത്തത്. അങ്ങനെ പക്ഷെ ഈ പെൺകുട്ടി പറയണ വരെ പശ വെച്ച് ഒട്ടിക്കുക എന്നുള്ള ബോധം വരില്ല. കാരണം എന്താ,
അന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ കാര്യമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം, മാരക പ്രശ്നം എന്നൊക്കെ പറയില്ലേ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് അതൊന്നും ഇഷ്യൂ വന്നില്ല. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു. അപ്പൊ ഈ ബ്രേക്കപ്പ് പറയാൻ കാരണം, ബ്രേക്കപ്പില് ആളെ മറക്കാൻ പറ്റണില്ലാന്ന്. നിങ്ങൾക്ക് അത് പറ്റില്ല എന്ന് തോന്നിയിട്ടല്ലേ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് വേണ്ട വെച്ചത്? കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇയാളെ അത് നാച്ചുറലായി തന്നെ നിങ്ങൾ മറന്നു പോയിട്ട്, അതൊക്കെ നമ്മുടെ തോന്നല, മറക്കാൻ പറ്റില്ല. അതൊക്കെ നാച്ചുറലായി സംഭവിക്കും. മോളിപ്പോ വേറൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോയി, അങ്ങനെ വേറെ എന്തെങ്കിലും ടൂർ പോയി, നമ്മൾ പറയില്ലേ റിലേഷൻഷിപ്പ് കാരണം ഒരു റൈഡിന് പോയിട്ട് വരാന്ന്. അതുപോലെ മോൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോവുക, മോൾക്ക് ഇഷ്ടമുള്ള അമ്മ വീടോ അമ്മൂമ്മയുടെ വീട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അവിടേക്കൊക്കെ പോയി 2 ദിവസം നിന്നാ പതുക്കെ മറക്കും. പിന്നെ ഈ മറക്കാത്ത കാര്യം ഞാൻ പറയട്ടെ, ഇവരുടെ ഫോട്ടോസ് നോക്കിയിരിക്കുക, DP സൂം ചെയ്ത് നോക്കുക, പിന്നെ ഇവര് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ സൂം ചെയ്ത് നോക്കി, ഇങ്ങനെയൊക്കെ നോക്കുക വെച്ചാൽ നിങ്ങൾ മറക്കില്ല. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും അവരെയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അവരെയാണ് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ സ്റ്റോക്ക് ചെയ്യുന്നത് കുറയ്ക്കുക, അപ്പൊ നിങ്ങൾ തന്നെ മറന്നു നോക്കിയോ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. ചേച്ചി, ഞാൻ 3 വർഷമായി റിലേഷൻഷിപ്പിലാണ്, ബട്ട് അവന് എന്നെ ഭയങ്കര സംശയമാണ്, എന്റെ ഫോണൊക്കെ വാങ്ങി ചെക്ക് ചെയ്യൂത്രേ. ഓക്കെ, ഇപ്പോ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കുന്ന 2 കാര്യങ്ങൾ മെയിൻ ആയിട്ട്, ഒന്ന് എഫേർട്ട് ഇല്ലായ്മ, 2 ഈ സംശയരോഗം. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലോട്ട് കടക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം കൊടുക്കുക, ഡൗട്ട് ഇല്ലാണ്ട് സ്വയം ഇരിക്കുക. പിന്നെ നിങ്ങളുടെ പാർട്ട്ണറിനെ വിശ്വസിക്കുക. ഇപ്പോ നിങ്ങളെ പാർട്ട്ണറായി സ്വീകരിക്കുന്ന ആളെ ഏതു നേരം നമ്മൾ സംശയിച്ചുകൊണ്ടിരുന്ന നമ്മൾ പിന്നെ ആ കണ്ണിലെ ആളെ കാണുള്ളൂ. നിങ്ങൾ ആ സമയം ആളെ വിശ്വസിക്കാൻ പഠിക്കുക. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആള് ലേറ്റ് ആയിന്ന് വെച്ചാ ആൾക്ക് ആളുടേതായ വർക്ക് ഉണ്ടാവുന്നു, ആള് വന്നു ചിലപ്പോ നുണയായിരിക്കും, എന്നാലും ആളെ വിശ്വസിക്കാൻ പഠിക്കുക. ആള് വേറെ പെണ്ണിന്റെ ഒപ്പം ഒന്നും പോണില്ലല്ലോ അത് വിചാരിക്കാം. പക്ഷെ ചില സംശയരോഗം ഉണ്ടല്ലോ, നമുക്കത് ഭാവിയിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലോട്ട് മാറാനായുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫോൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വന്തം പ്രൈവസിയാണ്. നമുക്ക് എല്ലാ കാര്യവും നമ്മൾ പബ്ലിക് ആക്കില്ല അല്ലെ, നമുക്ക് നമ്മുടേതായ പ്രൈവറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ അച്ഛനോടും അമ്മോടും ഭർത്താവിനോടും പറയാതെ, എല്ലാം വീട്ടിൽ തുറന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്, ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും പറയാതെ പല പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ സംശയരോഗമൊന്നുമില്ല, സാധാ ഒരാൾ നമ്മുടെ ഫോൺ എടുത്ത ഇഷ്യൂ ഇല്ല. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് സംശയരോഗം കാരണമാണ് നമ്മുടെ ഫോൺ ചെക്ക് ചെയ്യണേ, എനിക്ക് എക്സ്ട്രാ വല്ല ആക്ടിവിറ്റീസ് ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, അത് ഭാവിയിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ സംശയരോഗം മൂത്ത് ഇങ്ങൊരു നല്ല ടോക്സിക് ആയിട്ട് മാറും. പിന്നീട് നിങ്ങളെ മോളെ ഒരു ചെക്കനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് വന്ന് നിങ്ങളോട് സംസാരിച്ച അത് ആരാടി എന്നും ചോദ്യം ഉന്നയിക്കാം. പിന്നെ നല്ല അടി കിട്ടും, എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അബ്യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അബ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പീഡനം, റേപ്പ് ആ മോഡലല്ലേ ഞാൻ പറയുന്നത്. നല്ല അടിയും ചവിട്ടും പിന്നെ നാവുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സംശയരോഗികളായുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാണ്ടിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിശ്ചയത്തിന് ശേഷം ചെക്കനോട് സംസാരിച്ചപ്പോൾ ആൾ ഒരുപാട് മാറ്റാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? ആദ്യമൊക്കെ ആൾക്ക് എന്റെ ഡ്രസ്സിങ് ഒന്നും ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഞാൻ ഇടുന്ന ഡ്രസ്സുകളൊക്കെ പറ്റി ആൾക്ക് താല്പര്യമില്ല, ഈ ഡ്രസ്സ് ഇടുമ്പോ എന്നെ കാണാൻ ഭംഗിയില്ല എന്നതിന് മട്ടിലൊക്കെ സംസാരിച്ചു തുടങ്ങുന്നു, എനിക്ക് എന്റെ കംഫർട്ട് നഷ്ടപ്പെടുന്നത് പോലെയൊക്കെ തോന്നുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോ വസ്ത്രധാരണം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. ഒരു കുറച്ച് ഞാൻ കൊറോണയായിട്ട് കമ്പയർ ചെയ്യട്ടെ, കാരണം ആഫ്റ്റർ കൊറോണ ബിഫോർ കൊറോണ എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടനവധി ചേഞ്ചസ് ആണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ബിഫോർ കൊറോണയ്ക്ക് മുമ്പ് എങ്ങനെയാ വെച്ചാൽ നമ്മള് ഇത്ര ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നില്ല. ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നമ്മള് ലിപ്സ്റ്റിക് ഇടും, മാച്ച് കളയും, ആ ഒരു ടൈപ്പ് ആൾക്കാരായിരുന്നു അല്ലെ. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ലിപ്സ്റ്റിക് ഇട്ട് നടക്കാൻ ആർക്കും ഒരു മടിയില്ല, സ്ലീവ്ലെസ് ഇടാൻ മടിയില്ല. കൊറോണയ്ക്ക് മുമ്പോ ആരെങ്കിലും സ്ലീവ്ലെസ് ഇടും? ഇല്ല. പിന്നെ ഷേവിങ്, നമ്മുടെ ബോഡി ഷേവ് ചെയ്യലൊക്കെ ആഫ്റ്റർ കൊറോണയാണ് ഇത്ര നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളത്. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഇങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് ആയുള്ളത് ആഫ്റ്റർ കൊറോണയാണ് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇങ്ങോട്ട് ഈ പെണ്ണ് കണ്ടു പോയ ആളാണ്, എൻഗേജ്മെന്റിന് ശേഷം ആണ് ഇങ്ങോര് തനി നിറം പുറത്ത് കാണിക്കാൻ തുടങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മോൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് മോളുടെ തീരുമാനമാണ്, മോളുടെ കംഫർട്ടബിൾ ആണ്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങോര് ഇടങ്കേറായി വരുന്നുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞതായാലും വേണ്ടില്ല, ആൾ ആളുടെ തനി നിറം കാണിച്ചു തുടങ്ങിയ
മോൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, മോൾക്ക് അത് ഡൈജസ്റ്റ് ആവുന്നില്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ എന്താ, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, വേണ്ടാന്ന് വെച്ചോളൂ, വീട്ടുകാരോട് പറഞ്ഞോളൂ. കാരണം ഇപ്പൊ ഇപ്പോഴേ നിങ്ങളെ ഇങ്ങനെ ഭരിച്ചു തുടങ്ങിയ കല്യാണം കഴിഞ്ഞ് നിങ്ങളെ ഭരിക്കില്ല എന്ന് എന്താണ് ഒരു ഉറപ്പ്? നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന്റെ മുകളിലാണ് ആള് കിടന്ന് കൈ കടത്തുന്ന വെച്ചാ, ആണായാലും പെണ്ണായാലും വീട്ടുകാരായാലും ആരായാലും നിങ്ങൾ അതിനെ സമ്മതിച്ചു കൊടുക്കരുത്. ആ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വേണ്ടാന്ന് വെച്ചോളൂ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് തോന്നിയേക്ക എന്താണ് ഞാൻ എല്ലാ റിലേഷൻഷിപ്പും വേണ്ടാന്ന് വെക്കുന്നു പറയുന്നത് എന്താ വെച്ചാ, നമുക്ക് നമ്മുടേതായ ഒരു എന്താ പറയാ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. അത് റിലേഷൻഷിപ്പ് ആയാലും വേറെ എന്ത് തന്നെയായാലും, ഒരു ജോലി സ്ഥലത്തായാലും ഒരു സ്കൂളിലായാലും നമ്മൾ സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് ഒരു കളിക്കും നമ്മൾ പോവരുത്. അത് ആണായാലും പെണ്ണായാലും. ഞാൻ ഇതിപ്പോ ഗേളി ടോക്ക് ആയ കാരണമാണ് ഗേൾസിന്റെ ഇഷ്യൂ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ബോയ്സിന്റെ ഇഷ്യൂ ആണെങ്കിൽ ചിലപ്പോ നേരെ തിരിയും, അതായത് ഗേൾ ആയിരിക്കും അവിടെ കുറ്റക്കാരി. അങ്ങനെയുണ്ട്. ഇനി ഒരു പീരീഡ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ ചേച്ചി. ഞാൻ ആദ്യമായിട്ടാണ് പഴനിയില് പോകുന്നത്. അവിടെ പോയപ്പോ ആണ് ഞാൻ പീരീഡ്സ് ആയത്. എന്നിട്ട് ഞാൻ അവിടെയുള്ള ഒരു ചേച്ചിയോട് പറഞ്ഞപ്പോ ആ ചേച്ചി പറഞ്ഞ അമ്പലത്തിൽ കയറാൻ പാടില്ല, പക്ഷെ ഞാൻ കേറിപ്പോയി എന്തെങ്കിലും തെറ്റുണ്ടോ, എനിക്ക് ഇത് മൂലം ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരും. പീരീഡ്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് ഭാവിയിൽ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആവശ്യമാണ് പീരീഡ്സ്. നമ്മളെ പീരീഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ മെനപ്പോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗർഭധാരണത്തിന് പറ്റില്ല. അപ്പം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ പീരീഡ്സ്. ഈ പീരീഡ്സ് എന്ന് പറയുന്ന ആള് അമ്പലത്തിൽ കയറിയിട്ട് തല പൊട്ടിത്തെറിച്ച ചരിത്രമൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല, എവിടെയും വായിച്ചിട്ടും എന്റെ അറിവിലില്ല. പീരീഡ്സ് ആയിരിക്കുമ്പോ നിങ്ങൾക്ക് കയറാൻ തോന്നുക വെച്ചാൽ കയറിക്കോ. ഇപ്പൊ പലരും പീരീഡ്സിന്റെ അവസ്ഥ പലതരത്തിലായിരിക്കും. ഇപ്പൊ ചിലർ, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പീരീഡ്സ് ആയ കിടപ്പ് രോഗിയാണ്, എനിക്കൊക്കെ ക്ഷീണം വെച്ചിട്ട് എണീക്കാൻ വയ്യ. പിന്നെ ഞാൻ പരമാവധി അമ്പലത്തിക്കൊന്നും സാധാരണ പോണ കക്ഷിയല്ല. പക്ഷെ എന്റെ സംഭവം എന്താ വെച്ചാൽ, ഞാൻ എങ്ങനെയെങ്കിലും ടൂർ പോയിണെങ്കിൽ അപ്പൊ പീരീഡ്സ് ആവും. എന്നാണാവോ എന്റെ പീരീഡ്സിന് എന്നോട് ഭയങ്കര സ്നേഹം. അപ്പം ആ സമയത്ത് നിങ്ങള് പീരീഡ്സ് ആയിട്ട് അമ്പലത്തിലെടുത്ത് കാല് കുത്തിക്കണം. ഇപ്പൊ ശബരിമല ഇഷ്യൂ നടന്നില്ലേ, ഗേൾസിന് അനുമതി കിട്ടി അപ്പോഴേക്കും ഞാൻ കേറിപ്പോയി, ആ മോഡലല്ല ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാ, നിങ്ങളെ ഡേറ്റും നോക്കിയിട്ട് നിങ്ങൾ പീരീഡ്സ് ഇന്ന ദിവസം ഞാൻ പീരീഡ്സ് ആവും, അന്ന് എനിക്ക് പഴനി പോയി കാലെടുത്ത് വെച്ച് പഴനിയത്തെ ചരിത്രം തിരുത്തണം, ആ മോഡലൊന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ ഡേറ്റ് എങ്ങാനും ഇറഗുലർ പീരീഡ്സ് ആയിരിക്കാം, ഡേറ്റ് എങ്ങാനും മാറിപ്പോയി, അന്ന് പീരീഡ്സ് ആയി, അന്ന് അമ്പലത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല, തലേന്നും പൊട്ടിത്തെറിക്കാൻ പോകില്ല, നിങ്ങൾ ധൈര്യം കയറിക്കോ. പിന്നെ ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കാണ്ടിരിക്കുക. അതായത് ചേച്ചി ഞാൻ പീരീഡ്സ് ആയി, അയ്യോ അമ്പലത്തിൽ കയറിയ കുഴപ്പമുണ്ടോ, അങ്ങനെ ചോദിക്കാണ്ടിരിക്കുക. എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? അതൊക്കെ നമ്മൾ ശാരീരിക ഇതാണ്. ഇനി ഞാൻ പറയട്ടെ, നമ്മൾ ഈ പൂജിക്കുന്ന ഈ ദേവിമാര്, പാർവതി, ലക്ഷ്മി, അങ്ങനെ പല ദേവിമാരുണ്ട്, സരസ്വതി, ഇവരൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുന്നത്, ഇവരൊക്കെ സ്ത്രീകളല്ലേ, ഇവർക്ക് എന്താ പീരീഡ്സ് ആവില്ലേ? ആവും. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ക്ഷേത്രത്തില് പാർവതി ദേവി മെൻസസ് ആവുന്നതിനെ പറ്റിയിട്ട് ഒരു പൂജ തന്നെയാണ്. നോർത്ത് ഇന്ത്യയിലും എവിടേക്കോ ഉണ്ട്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. അതുപോലെ ഹസ്ബൻഡ് ശബരിമലയിൽ പോയിട്ട് കൊണ്ടുവന്ന പ്രസാദം പീരീഡ്സ് ആയിരിക്കുന്ന ഭാര്യ കഴിക്കാൻ പാടും. എന്താ കുഴപ്പം? കഴിച്ചെന്താ കുഴപ്പം? സത്യം പറയല് ഞാൻ കഴിച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൽ നിന്ന് വരുന്ന പ്രസാദം. എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ്. സത്യം പറയല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിലത്തെ പ്രസാദങ്ങൾ. അപ്പൊ ഞാൻ കഴിക്കും. ഞാൻ ഈ കഴിക്കുന്ന ഞാൻ പിരിച്ച കഴിക്കാൻ പാടൂ എന്നൊന്നും ഞാൻ ആരോടും ചോദിക്കാൻ നിൽക്കാറില്ല. നമ്മളെങ്ങനെയാ ചോദിക്കണേ? എടുത്ത് കഴിച്ചൂടെ? അങ്ങനെ. അപ്പോ പീരീഡ്സിനെ പറ്റി അതൊക്കെ നമ്മുടെ മിത്താണ് കേട്ടോ, നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. പണ്ട് പറിച്ചിട്ട കുറെ തെറ്റിദ്ധാരണകൾ ഇപ്പോഴും മാറാതെ നിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ പീരീഡ്സ് സമയത്ത് ക്ഷേത്രത്തിൽ കയറാൻ പാട്. നിങ്ങൾക്ക് കയറുന്ന വെച്ചാൽ കയറാം, ആരോടും ചോദിക്കാൻ നിൽക്കണ്ട. അതിനിടയ്ക്ക് ഈ പാമ്പ് അഴിഞ്ഞു വരുന്നതൊക്കെ അതൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതൊക്കെ കുറെ തെറ്റിദ്ധാരണ. അതിന് മാത്രം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയണു, പീരീഡ്സ് റെസ്റ്റ് എടുക്കാനുള്ള ടൈമാണ്. നിങ്ങള് ഇതിന് വേണ്ടിയിട്ട് ചെന്ന് അമ്പലത്തിൽ കയറി കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ അവിടെ വെച്ച് അമ്പലത്തിൽ ഇരിക്കുമ്പോഴാണ് പീരീഡ്സ് അയച്ചാൽ അതൊരു ഇഷ്യൂ അല്ല. കാരണം നമ്മള് ഒന്നും ചെയ്യാനില്ല, കയറാണ്ടൊന്നും ഇരിക്കണം. നമ്മൾ ഇത്രയും കാശ് ചെലവിട്ട് പോയിട്ട് കാണാണ്ടിരുന്നു ഇരിക്കണം, അതൊന്നും ഒരു ഇഷ്യൂ അല്ല കേട്ടോ. എന്റെ അഭിപ്രായമാണ്, ഞാൻ എപ്പോഴും പറയുന്നു, ഇതൊക്കെ എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വിയോജിപ്പ് ഉണ്ടാവാം, നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ വിയോജിപ്പുകൾ. കാരണം
നമ്മൾ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. എന്റെ ചിന്താഗതി ആയിരിക്കില്ല നിങ്ങൾക്ക് തോന്നുക. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കേട്ടോ. ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്താൽ ഭാവിയിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുമോ? നല്ല ചോദ്യം. ഇത്ര നേരം പ്രശ്നങ്ങളായിരുന്നു. ഈ മാരേജിന് ശേഷമുള്ള ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇന്റർകാസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് ഭാവിയിൽ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവോ? അഫ്കോഴ്സ് പ്രശ്നം ഉണ്ടാവില്ല ഗൈസ്. അതായത് നീറ്റ് എക്സാം, ഒരു കുട്ടി നീറ്റ് എക്സാം എഴുതുകയാണ്, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ ആ കുട്ടിക്ക് എത്രങ്ങാണ്ട് ശതമാനം സംവരണം ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരു മെഡിക്കൽ സീറ്റിനായാലും ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു എൻട്രൻസിനായാലും എല്ലാ കേസിനും ഇന്റർകാസ്റ്റില് ഉണ്ടായ കുട്ടിക്ക്, ഇന്റർകാസ്റ്റ് മാരേജ് വഴി ഉണ്ടായ കുട്ടിക്ക് ഒരു പ്രിവിലേജ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ലതല്ലേ രണ്ട് മതം ഒന്നാവുക, അങ്ങനെ രണ്ട് മതത്തിന്റെ നല്ല കാര്യങ്ങൾ ആ കുട്ടിക്ക് കിട്ടും. പിന്നെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഭാവിയില് അച്ഛന്റെ കാസ്റ്റാണ് അമ്മയുടെ കാസ്റ്റാണ് എന്നൊക്കെ ഡൗട്ട് വരും. ഈ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ കാസ്റ്റ് സിസ്റ്റത്തിന് തന്നെ പിള്ളേര് വില കൽപ്പിക്കുമെന്ന് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടി ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്ത പ്രശ്നം ഉണ്ടാവുമെന്നൊന്ന് ചിന്തിക്കണം. നിങ്ങൾ രണ്ടുപേര് പ്രണയിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ് വെച്ചാൽ കല്യാണം കഴിക്കുക. അതിലെന്താ ഒരു ബുദ്ധിമുട്ട്? ഭാവിത്തെ കാര്യമൊക്കെ ഭാവിയില്. എല്ലാവരും, അടുത്ത ചോദ്യമാണ് കേട്ടോ. എല്ലാവരും എന്നെ തടിച്ചീന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ബട്ട് മൈ BMI ഈസ് നോർമൽ, സോ ഐ എം സോ സാഡ്. ഓക്കെ, ഈ കുട്ടി അത്യാവശ്യം തടിച്ചിട്ടാണ്, അപ്പൊ എല്ലാരും കളിയാക്കാണ്. ഈ കുട്ടിയുടെ BMI എന്ന് പറയുന്നത് നോർമൽ ആണ്. BMI എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മുടെ ബോഡി വെയിറ്റിന്റെ ഒരു അളവിന്റെ ചാർട്ടിനെയാണ് BMI എന്ന് പറയുന്നത്. ബോഡി മാസ് ഫുൾ ഫോം എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. അപ്പൊ അത് നോർമലാണ് ഈ പെൺകുട്ടിയുടെ. പക്ഷെ ഈ പെൺകുട്ടി തടിച്ചിട്ടാന്ന് പറഞ്ഞാൽ ആൾക്കാര് കളിയാക്കണമെന്നാണ് പറയുന്നത്. അപ്പോ ഒരാള് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൺസേൺ പ്രകാരം ഒരു ഐഡിയൽ ശരീരം, ഒരു ഐഡിയൽ കുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത് ബോയ്സിന് അത്ര നേരിടില്ല. കാരണം ഉണ്ടല്ലോ, അതിനെന്താ, അവൻ നന്നായി കഴിച്ചോട്ടെ എന്ന് പറയുന്ന വീട്ടുകാരാണ്. പക്ഷെ ഒരു ഗേള് തടി വെച്ചാണല്ലോ തിന്നട്ടാവും. വീട്ടില് വെറുതെ ഇരിക്കല്ലേ, വെറുതെ ഇരുന്ന് തിന്ന് അറച്ചേട്ടൻ വേറെ വല്ല പണിയുണ്ടാ ഇത് ചോദിക്കണ. സ്വന്തം അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, മിത്രാദികൾ എല്ലാവരും ഉള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തിന്റെ ഐഡിയൽ പെൺകുട്ടി എന്ന് പറയുന്നത് വളരെ മെലിഞ്ഞ് വെളുത്ത് തുടുത്ത്, മുഖം മാത്രം തുടുക്കുക കേട്ടാ. ഈ ചെറിയ കുട്ടികളാവുമ്പോ അവർക്ക് ഈ സമൂഹത്തിന് വേണ്ട തുടുത്ത കുട്ടികളെ, ഞാൻ പറയാലോ, നല്ല കുളുകുളു നമുക്ക് ഇങ്ങനെ കവിളൊക്കെ പിടിക്കാൻ പറ്റുന്ന കുട്ടികളെ ആയിരിക്കും ഇവർക്ക് ആവശ്യം. ഇത്തിരി വലുതായി കഴിഞ്ഞ് ഒരു ടീനേജ് ആയി നിൽക്കുക, അപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യും. ഒരു 18 വയസ്സ് കഴിഞ്ഞ് തടിച്ച ആൾക്കാരെ കാണുമ്പോ ആൾക്കാരെ മുഖഭാവം ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെ തിന്നിട്ടാവൂല ഇരിക്കണേ എന്നായിരിക്കും. ഞാൻ പറയട്ടെ, തടിച്ചവർക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ ഞാൻ പാടാ. ഫ്രണ്ട്ഷിപ്പ് പോയിട്ട് ഒരു ലൈൻ കേസ് കിട്ടാൻ വരെ പാടാ. പക്ഷെ മറ്റേ ടൈപ്പ് കിട്ടാ. ഇവിടെ തടിച്ചിട്ടാ ആ ഒരു ടൈപ്പ് ബോയ്സ് ഒക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, ഈ ചിന്താഗതിക്കാര് പലതും പലതാണ്. ഓക്കെ, അപ്പം ഈ തടിച്ചാന്ന് പറയണ്ടേ, ഞാൻ പറയണു, നിങ്ങളുടെ വീട്ടില് മോൾക്ക് മോളുടെ ശരീരത്തിനെ പറ്റി പ്രശ്നമില്ലെങ്കിൽ മോള് മറ്റുള്ള നാട്ടുകാരോ ബന്ധുക്കളോ കൂട്ടുകാരോ പറയുന്നത് ബോധർ ചെയ്യണ്ട. കാരണം ചിലപ്പോൾ മോള് നോർമൽ തടിയായിരിക്കും, മോളുടെ ഫ്രണ്ട്സ് വേണമെങ്കിൽ മെലിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഈ സമൂഹത്തിന്റെ കണ്ണിൽ ഇവരാണ് ഐഡിയൽ ഗേൾസ്, അല്ലെങ്കിൽ ഐഡിയൽ കുട്ടികൾ. അപ്പൊ മോള് ഇത്തിരി പാകത്തിന് വണ്ണുണ്ടെങ്കിൽ മോൾ അവരുടെ മുമ്പിൽ തടിച്ച് ചെയ്യണം. അത് മോളുടെ കുഴപ്പമില്ല, മോള് പാകത്തിനുള്ള വെയിറ്റ് ആണുള്ളത്. അത് കൂടി തടിച്ചാണ് നോക്കുക. കാരണം നമ്മൾ ഒരുപാട് വണ്ണം വെച്ചാലോ വണ്ണം കുറഞ്ഞാലോ നമുക്ക് ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എല്ലിന് എന്താ പറയാ, എല്ലിന്റെ ബലത്തിനൊക്കെ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം ഇത് മോളുടെ നോർമലാണ്, നോർമലായി തുടരുക. പിന്നെ നാട്ടുകാർ പറയുന്നതൊന്നും നോക്കണ്ട. മോളുടെ പ്ലേറ്റിൽ എന്ത് കഴിക്കുന്നു എന്നുള്ളത് അത് മോളുടെ അവകാശമാണ്. മറ്റുള്ളവരുടെ പ്ലേറ്റിന്റെ അളവ് മോള് അളവെടുക്കാൻ പോണില്ലല്ലോ. അപ്പൊ ഈ പറയുന്നവരും ഇത് ആരെങ്കിലും ഇങ്ങനെ, നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ അറിയാണ്ടാണ് മറ്റുള്ളവരെ ബോഡി ഷെയ്മിങ് ചെയ്ത്. എനിക്ക് ഈ അടുത്തൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഒരു ഫംഗ്ഷന് പോയിട്ടോ. ആ ടൈമില് ഞാൻ ഇപ്പൊ ഇത്തിരി തടി വെച്ചിട്ടേ ഇരിക്കുന്നത്. എനിക്കറിയാം ഞാൻ തടി വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പൊ ഒരു ഫംഗ്ഷന് പോയപ്പോ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും ജ്യൂസ് എടുത്തു, ഒരു സ്പ്രൈറ്റ് അങ്ങനെ എന്തോ ഒരു കുപ്പി വാങ്ങി. അപ്പൊ എല്ലാരും കുടിച്ചു, ഞാനും കുടിച്ചോണ്ടിരിക്കുകയാണ്. അത് പാസ് ചെയ്യണം. അപ്പൊ എനിക്ക് വണ്ടി ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോ എനിക്ക് വായക്ക് കുപ്പി വെച്ചൊരു സാധനം കുടിക്കാൻ അറിയില്ല.
അപ്പൊ ഞാൻ ഇങ്ങനെ കുടിക്കുമ്പോ ആദ്യത്തെ വായിലൊന്നും പോകുന്നില്ല, രണ്ടാമത്തെ വായില് ഏകദേശം പോവാറായപ്പോ എന്റെ ബാക്കിന്ന് എന്റെ ഒരു കസിൻ ഇരുന്ന് പറയാണ്, മാളു ഒക്കെ കുടിച്ച് വെറ്റിക്കല്ലേ, ഞങ്ങൾക്കും വേണം എന്ന് പറയാണ്. ആ കാരണം ഞാൻ ഇപ്പൊ ഒരു മെലിഞ്ഞ ആളാച്ച ഈ കസിൻ എന്ന് പറയണ ആള് ഇങ്ങനെ എന്നോട് പറയില്ല. പക്ഷേ ഞാൻ ഇത്തിരി തടി വെച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ ഇത്തിരി എന്റെ വയറ് വിദ്ധാണ്, ഇത്തിരിയും കൂടി കൂടുതൽ കുടിച്ച് എല്ലാം അവസാനിപ്പിക്കുമെന്ന്, എല്ലാം കുടിച്ച് വെറ്റിക്കുന്ന ചിന്താഗതിയുള്ള ആളല്ല ഞാൻ. കാരണം എന്താ, എനിക്കെന്താ ബോധമില്ലേ ആ ബാക്കിൽ ഇത്ര പേരുണ്ട് കഴിക്കരുതെന്ന്. പക്ഷെ നമുക്ക് അവരോട് ഇങ്ങനെ അവര് വേണമെന്ന് വെച്ചാൽ അതിൽ ഇങ്ങനെ കളിയാക്കുന്നത് ഇങ്ങനെ സംഭവിച്ചു പോയതായിരിക്കാം. എന്നെക്കാട്ടും കൂടുതൽ അവര് ചിലപ്പോ കുടിക്കുന്നുണ്ടാവാം ഈ ജ്യൂസ് എന്ന് പറയുന്നത്, വേറെ ഒന്നല്ല കേട്ടോ. പക്ഷെ അവരെ കണ്ണിൽ എന്താ, ഞാൻ ഇത്തിരി തടിയുള്ള കാരണം ഞാൻ ഇത്തിരി കൂടുതൽ കുടിച്ച് ഇവർക്ക് കിട്ടില്ലേ എന്നാണ്. നമ്മളുണ്ടല്ലോ മന്ദബുദ്ധികളല്ലേ, ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ബോഡി ഷേമിങ് ആണ് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്ര മന്ദകളല്ല നമ്മള്. നമുക്ക് തിരിച്ചറിയും ഇവരെന്നെ നമ്മളെ കളിയാക്കാന്ന്. പക്ഷെ ഈ കളിയാക്കുന്ന വ്യക്തികൾക്ക് അതൊരു 5 നിമിഷത്തെ, ഞാൻ പറയാലോ, ഒരു മിനിറ്റത്തെ സന്തോഷം, ഒരു പൊട്ടിച്ചിരി, ഒരു ഗ്രൂപ്പിസത്തിനുള്ള ഹീറോയെ അവളുടെ പരിപാടിയായിരിക്കും. പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ചിലപ്പോ നന്നായി മെലിഞ്ഞവർക്കും ബോഡി ഷേമിങ് നേരിടും കേട്ടോ. അങ്ങനെയുള്ളവരുണ്ട്, പല കാര്യത്തിനും ബോഡി ഷേമിങ് നേരിടുന്നവരുണ്ട്. ഇനി അപ്പൊ ഈ കുട്ടി തടിയുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്, എല്ലാവരും എന്നെ തടിച്ചീന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അങ്ങനെ മോളെ ആരെയൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കാട്ടാ. മോൾക്ക് മോളെ തടി ഓവറായി തോന്നുക വെച്ചാൽ മാത്രം കുറയ്ക്കുക. അല്ലെങ്കിൽ മോള് ഹെൽത്തി ആണ്, മോളുടെ ഹെൽത്തി ആയിട്ടുള്ള തടിയാണെങ്കിൽ നോർമൽ വെയിറ്റ് ആണ് മോള്, ഒരുപാട് മെലിഞ്ഞിട്ടല്ല തടിച്ചിട്ടല്ല വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യുക. മറ്റുള്ളവരെല്ലാം മോൾക്ക് അരി വാങ്ങി തരണേന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യം മോളെ, അതിന് സങ്കടപ്പെടുന്നു വേണ്ട. അത് അവരുടെ ഉണ്ടല്ലോ വിവരമില്ലായ്മയായിട്ട് സങ്കല്പിക്കുക, അത്രേ വേണ്ടു. അടുത്ത ചോദ്യം, ചേച്ചി ഞാൻ +1 ആണ്, ബ്രേക്കപ്പ് ആയ ശേഷം എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഫുൾ മൂഡ് ഓഫ് ആണ്, എപ്പോഴും കരച്ചിൽ വരുന്നു. ഓക്കെ, ഒരു ബ്രേക്കപ്പിന് ശേഷം നമ്മളുണ്ടല്ലോ ഈ +1 ആണ് ഈ കുട്ടി പഠിക്കുന്നത് പറഞ്ഞാൽ, നമുക്ക് ആ ടൈമില് ഒരു ടീനേജ് ടൈമിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ, ആ ടൈം തൊട്ടായിരിക്കും നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാട്ടെ. ഒരു ടീനേജിലൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഫീൽ അടിക്കുക. അപ്പൊ നമുക്കൊരു ചെറിയ കാര്യം കിട്ടിയ ദേഷ്യം വരും, സങ്കടം വരും, ഹാപ്പിനെസ് വരും. അതൊക്കെ നമുക്കൊരു കുഞ്ഞു കാര്യത്തിന്, ഒരു 25 വയസ്സൊക്കെ ആയി നമുക്ക് ഇത്തിരി മെയിൻ്റെനൻസ് ആയിട്ട് പോകട്ടോ. അപ്പൊ ആ ടൈമിൽ ഇപ്പൊ ഈ കുട്ടിക്ക് ഒരു ബ്രേക്കപ്പ് കിട്ടിയപ്പോ എപ്പോഴും കരച്ചിൽ വരിക എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല മോളെ, +1 ആയിട്ടുള്ളൂ, ഭാവി ഇനിയും വയസ്സ് അങ്ങോട്ട് കിടക്കുമ്പോൾ ഇപ്പൊ ഒരു 15, 16, കൂടി വന്ന 17, ആ ഒരു ഏജ് ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ജീവിക്കാൻ കുറെ ഉണ്ട്. അതിന്റെ ഇടയിൽ ഇതൊരു കുഞ്ഞു കാര്യം മാത്രം. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ടിന്റെ മാല എന്റെ കയ്യിൽ വെച്ച് പൊട്ടിയപ്പോ ഞാൻ അടിച്ച ടെൻഷൻ ഒരു കൈയും കണക്കൂല. അതെ, അതിന്റെ പകുതിയേ ഉള്ളൂ. മീൻസ് എന്നിട്ട് എനിക്ക് ഇപ്പൊ ഇത്ര വർഷത്തിന് ശേഷം അത് ആലോചിക്കുമ്പോ എനിക്ക് അതൊരു കോമഡിയാണ്, ഞാൻ എന്തിനു ഇത്ര ടെൻഷൻ അടിച്ചത്. അതേപോലെയാണ് മോളെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ എന്റെ അല്ല, അടുത്തേക്ക് എടുത്ത് ആത്മഹത്യ ചെയ്യാൻ. ഇനി നമുക്ക് ഒരുപാട് ജീവിതമുണ്ട്, ഇനിയും റിലേഷൻഷിപ്സ് വരും. അതോർത്തൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല, കരച്ചില് വരേണ്ട ആവശ്യമില്ല, മൂഡ് ഓഫ് വരേണ്ട ആവശ്യമില്ല. മോള് ഇപ്പൊ നന്നായി പഠിക്കുക, +2 നല്ല മാർക്ക് വാങ്ങുക. മോൾക്ക് പഠനത്തിന് കഴിവില്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസോ അങ്ങനെ എഴുതാനോ അങ്ങനെ ക്രാഫ്റ്റോ എന്തെങ്കിലുമൊക്കെ കഴിവണമെങ്കിൽ അത് നോക്കുക ഫുള്ള്. ഞാൻ പറയുന്നില്ല പഠനം മാത്രമാണ് ഒരു ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ബ്രേക്കപ്പ് ആയതിനെ ഓർത്തിട്ട് സങ്കടപ്പെടാണ്ടിരിക്കുക. ഇപ്പൊ വെക്കേഷൻ അല്ലേ, മോള് വല്ല ബന്ധു വീട്ടിലേക്കൊക്കെ നിൽക്കാൻ പോകും, മോൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിൽക്കാൻ പോകാൻ ഞാൻ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞ ഒരു 1 ഡേ ട്രിപ്പിന് പോവാൻ, ഞാൻ അടുത്തുള്ള പല സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ ഫ്രണ്ട്സായിട്ട് ടൂർ പോവാ, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം, ചേച്ചി ഞാൻ ഒരു ഏവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും നന്നായി അറിയില്ല, ബട്ട് മൈ ഹസ്ബൻഡ് എന്നെ അത് കാരണം കളിയാക്കാണ്, ആൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, ആളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പോകുമ്പോൾ എന്നെ അത് കാരണം, എനിക്ക് ഇംഗ്ലീഷ് അറിയാത്ത കാരണം അവോയ്ഡ് ചെയ്യാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്, അല്ലാണ്ട് നമ്മുടെ സ്റ്റാറ്റസിനെ ബാധിക്കുന്ന ഒരു വലിയ സംഭവം ഒന്നുമല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു ലാംഗ്വേജ് ആയിട്ട് അതിന് നമ്മൾ കാണുക.
ഇപ്പോ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ആയാലും ആള് വേണമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും പഠിച്ചത്, പെൺകുട്ടി വേണമെങ്കിൽ മലയാളം മീഡിയത്തിലേക്കായിരിക്കാം. അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെന്നാ പറയുന്നത്, ആൾക്ക് ഇംഗ്ലീഷ് ഒന്നും അത്ര ലെവലിൽ എത്തില്ല. ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാണ്ടല്ലോ, നമ്മളെ ഒരു കാര്യത്തിന്റെ നമ്മുടെ കുറവ് കണ്ട് അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണേക്കാട്ട് ആ കുറവ് മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് യഥാർത്ഥ പാർട്ട്ണർ. ഞാൻ പറയുന്നു, ആണായാലും പെണ്ണായാലും അവരാണ് യഥാർത്ഥ പാർട്ട്ണർ. അല്ലാണ്ട് എന്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇവളൊന്നും ഫാമിലിയുടെ മുമ്പേ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തഴഞ്ഞ് അവോയ്ഡ് ചെയ്യാച്ചാൽ അത് എന്തൊരു ഭർത്താവാണ്. ആ സമയം വല്ല ഈ ഹസ്ബൻഡ് ഈ ഭാര്യനെ മലയാളത്തിൽ പറഞ്ഞ എന്താ കുഴപ്പം? എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഞാൻ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം എന്ന രീതിയിൽ ഭർത്താവിന് ചെയ്തൂടെ? അതൊന്നും ഒരു ഇഷ്യൂ അല്ല. മീൻസ് ഇഷ്യൂ അല്ല എന്ന് പറയുന്നത് ഭർത്താവ് എന്റെ ഭാഗത്ത് അത് പൂർണ്ണ തെറ്റാണ്. ഭാര്യനെ ഇംഗ്ലീഷ് അറിയില്ല പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യുന്നത് തെറ്റാണ്. അതേസമയം ഈ ഭാര്യയ്ക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ, എന്റെ ഭർത്താവിന് മലയാളത്തിൽ പറയാൻ അറിയില്ല, അത് കാരണം ഇംഗ്ലീഷിൽ പറയാന്ന്. ഇതൊക്കെ ഒരു ലാംഗ്വേജ് ആണ്. ഇത് മോളെ ഭർത്താവിനോട് ഞാൻ മോളെ തുറന്ന് സംസാരിക്കുക, എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് അതൊരു ഭാഷയാണ്, ഇതിനൊന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഭർത്താവ് ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഈ ഭർത്താവ് ഇങ്ങനത്തെ ഭർത്താക്കന്മാരങ്ങ് എന്റെ ഭാര്യയ്ക്ക് കളർ കുറവാണ്, എന്റെ ഭർത്താവിന് കളർ കുറവാണെന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുപോകാൻ മടിക്കുന്ന ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഭാവിയിൽ നിങ്ങൾക്ക് ഇതിന് പശ്ചാത്താപം തോന്നാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തൊരു ചോദ്യം നോക്കാട്ടാ. ചേച്ചി, എനിക്ക് ആർട്സിനോടാണ് ഇഷ്ടം, ബട്ട് വീട്ടുകാർ എന്നോട് സയൻസ് എടുക്കാൻ നിർബന്ധിക്കുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടമില്ല, എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ നന്നായി പഠിക്കുന്നതായിരിക്കും, പഠിക്കാത്തതായിരിക്കും, പക്ഷെ വീട്ടുകാർ ഉദ്ദേശിക്കുന്നത് ഈ പെൺകുട്ടീനെ വല്ല മെഡിക്കൽ ഫീൽഡിലും എത്തിക്കാനായിരിക്കും, അതായിരിക്കാം സയൻസ് എടുക്കണം എന്ന് പറയുന്നത്. പക്ഷെ മോൾക്ക് ഇഷ്ടം ആർട്സ് ആണെങ്കിൽ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് ഇതിലാണ് ഇഷ്ടം, വേണമെങ്കിൽ ഭാവിയിൽ ഒരു ഫാഷൻ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ എത്ര ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു ആർട്സിലത്തെ ഒരു അധ്യായം, ഒരു ചാപ്റ്റർ മാത്രാട്ടോ. ആർട്സിൽ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, ആനിമേഷൻ ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, കുറേ ഉണ്ട് ആർട്സിൽ. വേണ്ടതുണ്ട്, എനിക്ക് പറഞ്ഞു തരാൻ മാത്രമേ എനിക്ക് ഇതിനെ പറ്റി അറിവില്ല. ഈ ആർട്സിലുള്ള മേഖലകൾ എനിക്ക് അങ്ങനെ 2-3 മേഖലകളെ അറിയുള്ളൂ. പക്ഷെ ഇതിനോട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുന്നവർക്ക് അവർക്കറിയാം എന്തൊക്കെയുണ്ട് ഈ ആർട്സിന്റെ മേഖലകൾ, അതിന്റെ ആ വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റീനെ പറ്റി അവർക്കാണ് അറിയുക. അപ്പൊ അവരത് വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കും. മോള് വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് ആർട്സിനാണ് കഴിവ്, അതാണ് താല്പര്യം, അതിലെ പോയി എനിക്ക് ഇത്രയും കൂടി നല്ല മാർക്ക് കിട്ടാൻ, ഇത്രയും കൂടി പ്രൊഫഷണലി കൂടുതൽ നന്നാവാനായിട്ട് പറ്റും സയൻസ് എടുക്കണേക്കാട്ടെന്ന് പറഞ്ഞ് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് ചേരുക. ഇനി നെക്സ്റ്റ് ചോദ്യം കേട്ടോ. ചേച്ചി, എന്റെ അമ്മ എന്റെ ക്യാൻസർ വന്ന് 5 വർഷം മുമ്പ് മരിച്ചു, അച്ഛൻ നല്ല കുടിയാണ്, ഞാൻ ഇത്ര പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ +1 പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ക്യാൻസർ വന്നതിന് ശേഷമായിരിക്കും വേണമെങ്കിൽ അച്ഛൻ കൂടി തുടങ്ങിയത്, അമ്മ മരിച്ചതിന് ശേഷം. ചിലപ്പോ ആ ദുഃഖം കൊണ്ടൊക്കെ ആയിരിക്കാം. മോളെ അച്ഛന് പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ, കുടിക്കരുത്. കാരണം അച്ഛൻ എന്ന് പറയുന്നത് അമ്മ മരിച്ചു വെച്ച് കുടിച്ചു നടക്കേണ്ട ഒരാളല്ല, അച്ഛന് ഭാവിയിൽ ഒരു ലൈഫ് ഉണ്ട്. ആഫ്റ്റർ മോള് ചിലപ്പോ ജോലി കിട്ടി അച്ഛനെ നോക്കിയിരിക്കും. ആഫ്റ്റർ മാരേജ്, മോളുടെ മാരേജിന് ശേഷം അച്ഛൻ മോള് നോക്കിയാലും കാശ് കൊണ്ട് സപ്പോർട്ട് ചെയ്താലും അച്ഛന് ആരോഗ്യം എന്ന് പറഞ്ഞൊരു സാധനം വേണം, അല്ലേ? ഇപ്പൊ നമ്മൾ കാശുണ്ട്, പക്ഷെ കിഡ്നിയിൽ ലിവറൊക്കെ അടിച്ചുപോയി, എന്താ ചെയ്യുക? വെറുതെ കാശ് കൊടുത്ത് മാത്രം കിടപ്പ് രോഗി ആയിട്ട് കാര്യമില്ലല്ലോ. ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ഞങ്ങളുടെ അവിടെ എങ്ങനെയാ വെച്ചാൽ പള്ളിയിൽ അച്ഛനൊക്കെ വന്ന് ഉപദേശോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, എനിക്കറിയില്ല കൃത്യമായിട്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട്, ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അങ്ങനെ വേറെ ഏത് മതമായാലും നിങ്ങളുടെ നാട്ടില് ഇതൊക്കെ പറഞ്ഞ കേൾക്കും എന്ന് ഉറപ്പുള്ള ടീംസ് ഒക്കെ ഉണ്ടല്ലോ, അവരെ കൊണ്ട് ഒരു ഉപദേശം അച്ഛന് കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി. മോള് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വല്ല കാരണവന്മാരോ അല്ലെങ്കിൽ മോളുടെ വീട്ടില് അത്യാവശ്യം നിലയും വിലയൊക്കെയുള്ള ആൾക്കാരില്ലേ, അതായത് ഇവരുടെ വാക്കിന് അച്ഛൻ വില കൊടുക്കും എന്ന് ഉറപ്പ് മോൾക്ക് തോന്നുന്ന ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കുക. പിന്നെ അല്ലെങ്കിൽ മോളുടെ ടീച്ചേഴ്സ് ഉണ്ടാവല്ലോ, ടീച്ചേഴ്സിനോട് കാര്യം പറയാ, ടീച്ചേഴ്സിനെ വീട്ടിലേക്ക് വരുത്തിച്ചിട്ട് അച്ഛനോട് നല്ല ഉപദേശ രീതിയിലും. കാരണം ഒരാൾ മരിച്ചു വെച്ച് കുടിച്ച് തീർക്കാനുള്ളതല്ല ആളുടെ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. അത് മോൾക്ക് ഭാവിയിൽ ഒരു ഇഷ്യൂ വരും, കാരണം മോള് ആൾക്കൊരു ഭാരമായി തോന്നും. പിന്നെ ചിലപ്പോ ഈ കള്ളുടിക്കാൻ വേണ്ടിയിട്ടേ ആൾക്കാര് എന്താ പറയാ, മോഷണ ശ്രമത്തിന് നമ്മുടെ കൈമത്തെ മാലയും വളയൊക്കെ പറിച്ചു തരും. അവിടെ അച്ഛനും ഇല്ല, മകനും ഇല്ല, അച്ചാച്ചനും ഇല്ല, പെങ്ങളും ഇല്ല, ആരും ഇല്ല.
അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക, അച്ഛൻ കേൾക്കുന്ന ഉറപ്പുള്ള ആളെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക, എന്നിട്ട് ഒരു ഡോക്ടറെ അടുത്തുകൊണ്ട് കൗൺസിലിംഗ് കൊടുക്കുക കേട്ടോ. കാരണം അമ്മ മരിച്ചതിന് ശേഷമാണ് അച്ഛന് ഇത് വന്നേച്ചാൽ അത് എന്തായാലും മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതോർത്ത് സങ്കടപ്പെടണ്ട. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ മോൾക്ക് ഇതൊരു ഭാരമായി തോന്നുകയാണ്, അച്ഛൻ മോളെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നുക വെച്ചാൽ മോള് ഒരു ഹോസ്റ്റലിലുള്ള കോളേജ് പ്ലസ് ടുവിനൊക്കെ ശേഷം ഒരു ഹോസ്റ്റലിലുള്ള കോളേജിലേക്ക് മാറി താമസിക്കുക. അച്ഛന്റെ കൂടി മോൾക്ക് ശല്യമാവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുക വെച്ചാൽ മോളൊരു ഹോസ്റ്റലിലേക്ക് മാറി താമസിക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചേച്ചി, ഞാൻ +1 പഠിക്കുന്നത്. എന്റെ സീനിയർ ആയ ഒരു ചേച്ചി എന്നെ സെക്ഷലി ഹറാസ് ചെയ്യുന്നു. കഷ്ടം. അവർ ഒരു ലെസ്ബിയൻ ആണ്. അതുകൊണ്ട് കുറച്ചു നാളായി ഞാൻ സ്കൂളിൽ പോകുന്നില്ല. മോളെ, ഇപ്പൊ വെക്കേഷൻ ആയ കാരണം അങ്ങനെ ഇഷ്യൂ ഇല്ല. നിങ്ങളുണ്ടല്ലോ, ഒരാള് നമ്മളെ ബാക്ക് ടച്ച് ചെയ്തു, നമ്മളെ വേണ്ടാത്തടത്ത് ടച്ച് ചെയ്ത്, അത് ബോയ് ആയാലും ഗേൾ ആയാലും നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അത് നിങ്ങളെ മോശമായ രീതിയിലാണ് ടച്ച് ചെയ്ത് വെച്ചാൽ നിങ്ങൾ സ്കൂൾ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളെ ക്ലാസ് ടീച്ചറെ പോയി കംപ്ലൈന്റ് ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ ഗ്യാങ്ങിൽ ഇരുന്ന് വർത്താനം പറഞ്ഞ എന്നെ ആ ചേച്ചി ഇങ്ങനെ ചെയ്തു, എന്നെ ആ ചേട്ടൻ ഇങ്ങനെ നോക്കി, എന്നെ അവൻ അങ്ങനെ നോക്കി, ഇവളിങ്ങനെ നോക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടല്ലോ, അത് മോളുടെ ഏജിലുള്ള വിദ്യാർത്ഥികളായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളായിരിക്കും. അവർക്ക് മോളുടെ അതേ ചിന്താഗതി ആയിരിക്കും. മോൾ എന്ത് ചിന്തിക്കുന്നു അതിൽ കൂടുതലൊന്നും അവര് ചിന്തിക്കാനുള്ള അവരുടെ ലെവലായിട്ടില്ല. പക്ഷെ മോൾ ഇതൊരു ക്ലാസ് ടീച്ചറെ അറിയിക്കുക വെച്ചാൽ മോൾക്ക് വ്യക്തമായുള്ള പരിഹാരം കിട്ടും. മറ്റേ ലെസ്ബിയൻ എന്ന് പറയുന്ന ആ സീനിയർ പെൺകുട്ടിയെ വിളിച്ച് നല്ലൊരു താക്കീത് കൊടുത്താൽ പിന്നെ ആ ഭാഗത്തുനിന്ന് ആ കേസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഉടനടി ക്ലാസ് ടീച്ചറെ അറിയിക്കുക. പറയാൻ പറ്റുവെച്ചാൽ വീട്ടിൽ പറയാം. പക്ഷെ ക്ലാസ്സിലത്തെ ഇഷ്യൂസ് ഒക്കെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തീർക്കുക, ടീച്ചറെ അറിയിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. ഇതിനു വേണ്ടി ലീവ് എടുത്ത് മോളുടെ പഠനത്തിന്റെ അത്ര കാലയളവ് എന്തിനാ കളയുന്നത്? അതിനൊന്നും ഒരാവശ്യമില്ല. പോർഷൻസ് ഒക്കെ ടീച്ചേഴ്സ് എടുക്കുന്നൊന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ പരമാവധി പഠിക്കാൻ പോവാ. ഇതൊക്കെ പേടിച്ച് എന്തിനാ പഠിക്കാൻ പോവാണ്ടിരിക്കണേ? ഇതൊക്കെ അറിയിക്കേണ്ടവരെ അറിയിച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല മോളെ. ഇനി അടുത്ത ചോദ്യം നോക്കാം കേട്ടാ. ചേച്ചി, എന്റെ പാരന്റ് എന്നെ വിശ്വസിക്കുന്നില്ല. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കുകയാണ് എന്ന് എനിക്കിപ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് ആയ, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയ അവിടെ ഏറ്റവും വേണ്ടതുണ്ടല്ലോ, ഒന്ന് എഫേർട്ട്, രണ്ട് നമ്മുടെ ട്രസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിശ്വസിച്ചാൽ മാത്രമേ എനിക്ക് ആള് പറയുന്നതില് എന്തെങ്കിലുമൊക്കെ കാമ്പ് കാണാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറയണേ, എന്റെ ഒരു ലവർ ആളോട് ഞാൻ ഞാൻ നേരം വൈകിട്ടോ, എനിക്ക് ഇത്തിരി നോട്ട്സ് എഴുതി തീർക്കാണ്ടായിരുന്നു, അത് കാരണമാണ് ഞാൻ ഇന്ന് വിളിക്കാൻ വൈകിയത് എന്നൊക്കെ പറയാച്ചാ ആളത് വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വേറെ ചെക്കനെ വിളിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ ആൾക്ക് വേണമെങ്കിൽ സംശയിക്കാം. ഒരു റിലേഷൻഷിപ്പില്ല, ഞാൻ ഒരു ഫാമിലിയിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് ലവേഴ്സിന്റെ ഇടയിൽ, രണ്ട് ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ മാത്രമുള്ളതല്ല, ഒരു കുടുംബത്തിലുള്ളതാവാം, കുറച്ച് കൂട്ടുകാരുടെ ഇടയിലുള്ള ഒക്കെ റിലേഷൻഷിപ്പാണ്. അതൊക്കെ ബന്ധങ്ങളാണ്. അതിന്റെ ഒക്കെ ഇടയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ചിലപ്പോ വേണമെങ്കിലേ ഈ കുട്ടിയുടെ എൽഡർ ആയുള്ള ആള്, അതായത് ചേച്ചിയോ ചേട്ടനെങ്ങാനും വല്ല റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് വേണമെങ്കിൽ ഒരു ഒളിച്ചോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഞാൻ വേറെ റിലേഷൻഷിപ്പ് ആണ്, ഈ പെൺകുട്ടിക്ക് ഞാൻ ആദ്യം വേണമെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാം. അതൊക്കെ കാണുമ്പോൾ വീട്ടുകാർക്ക് ടെൻഷൻ, മോളെങ്ങനെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോവും. പിന്നെ ചിലവരുണ്ടല്ലോ, ചില പാരന്റ്സ് ഓവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതായത് ഇപ്പൊ ന്യൂസിലൊക്കെ വെക്കില്ലേ, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു അങ്ങനെയൊക്കെ. അപ്പൊ എന്റെ മോൾക്ക് അത് വരുമോ, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് ഇത് വരുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ട് പാരന്റ്സ് ഓവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കാം കേട്ടോ. മോളുടെ അച്ഛനോടും അമ്മോടും പറയാ, ഞാൻ ഇതിനാണ് പോണത്, നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഇങ്ങനെ ഓവർ പ്രൊട്ടക്റ്റഡ് ആവരുതെന്ന് പറയാം കേട്ടോ. അങ്ങനെ ടീച്ചേഴ്സിനോട് പറയാ, അവര് വഴി മിക്ക ടീച്ചേഴ്സ് ഈ അച്ഛനമ്മമാര് മോട്ടിവേഷൻ ചെയ്യും, അല്ലെങ്കിൽ നല്ല മോട്ടിവേഷൻ കൗൺസിലിങ്ങിനൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ നോക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് അച്ഛനും അമ്മയും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന് മോളെന്നെ ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഇങ്ങനെ ഓവർ പ്രൊട്ടക്റ്റഡ് ആവരുത്, അച്ഛനും അമ്മേനെ ഒന്ന് വിശ്വസിക്കണം. ഇതിനൊക്കെ കാരണം ഉണ്ടല്ലോ, നമ്മൾ ഒരാൾ സംശയിച്ചിരിക്കുമ്പോ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ടല്ലോ, നമ്മളെ വീണ്ടും വീണ്ടും സംശയിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അവരുടെ കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പമില്ല. പക്ഷെ അവര് നമ്മളെ ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ എനിത്തിങ്.
മൈക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് മ്യൂട്ടായി പോയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ആകെ പുകയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാൻ ഒട്ടും മടിക്കരുത്, കമൻ്റ് ഇട്ടേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരേക്കും ബൈ ബൈ ഗൈസ്. സൈനിങ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻ.